രാജപുരോഹിതന്മാരും
രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. തേജസ്കിരണങ്ങൾ മകുടമണിഞ്ഞു വാഴും ദൂതന്മാർ, വാഴും ദൂതന്മാർ. ശോഭനമായ നൽത്താരുക്കേളുള്ളൊരു നിത്യനാടതേ, ശോഭനമായ നൽത്താരുക്കേളുള്ളൊരു നിത്യനാടതേ. മഹത്വീകരണം പ്രാപിച്ച വൃതന്മാർ സ്വച്ഛന്തമായി, സ്വച്ഛന്തമായി തേജസ്സിൽ വാഴുന്നു മോദമോടെ അവർ നാഥനോടൊത്തു. തേജസ്സിൽ വാഴുന്നു മോദമോടെ അവർ നാഥനോടൊത്തു. പളുങ്കിന്നാദിയാ തെരുവിൻ നാടുവിൽ പ്രവഹിക്കുന്നേ, പ്രവഹിക്കുന്നേ. മുത്തിനാൽ നിർമ്മിതം ചെയ്തതാം പട്ടണം തത്ര ശോഭിതം. മുത്തിനാൽ നിർമ്മിതം ചെയ്തതാം പട്ടണം തത്ര ശോഭിതം. നീതിയിൻ സൂര്യനുദിക്കുമേ വേഗത്തിൽ അല്ലൽ മാറുമേ, അല്ലൽ മാറുമേ. മർത്യമാം ദേഹമാമർത്യമായിടുമേ ദിവ്യശക്തിയാൽ. മർത്യമാം ദേഹമാമർത്യമായിടുമേ ദിവ്യശക്തിയാൽ. എന്തെന്തു ഭാഗ്യമേ, എന്തെന്തു ഭാഗ്യമേ സന്തതം പാർക്കിൽ, സന്തതം പാർക്കിൽ. കോടി കോടി യുഗം യേശുവിനോടൊത്തു പാടി വാഴുമേ. കോടി കോടി യുഗം യേശുവിനോടൊത്തു പാടി വാഴുമേ. നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സി മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സി മോദമേറുന്നേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. എന്നാശയൊന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻ തേജസ്സിൽ. എന്നാശയൊന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻ തേജസ്സിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണുനീർ
നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിമേയ്ക്കും ഞൊടി നേരത്തിൽ എത്തും ഞാൻ ബയുല തീരത്തിൽ. കണ്ണിമേയ്ക്കും ഞൊടി നേരത്തിൽ എത്തും ഞാൻ ബയുല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യകൂടാരത്തിൽ ചേരാറായി. മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യകൂടാരത്തിൽ ചേരാറായി. ആശപാശമാകും കുറ്റികൾ മുറ്റുമായറുത്തു നീക്കണം. ആശപാശമാകും കുറ്റികൾ മുറ്റുമായറുത്തു നീക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും. മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും. വിണ്ണിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്നു വാനിൽ പോകുമേ. വിണ്ണിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്നു വാനിൽ പോകുമേ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണാമീട്ടും സംഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണാമീട്ടും സംഘത്തിൽ. ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. എന്റെ ഓട്ടവും അധ്വാനവും
ഞാൻ കാത്തതാം വിശ്വാസവും എന്റെ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം വേഗം കാണുമെൻ മണാളനെ വ്യർത്ഥമല്ല അതു നിശ്ചയം വേഗം കാണുമെൻ മണാളനെ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിൽ ഒരുത്തിനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തമ്മിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തമ്മിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക്ക് രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും വലുതാകുന്നു എന്ന് അരുളി ചെയ്ത് എഴുതുക. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദ്യവും അന്ത്യവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭൂഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന ഭൂമിയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 48 വർഷക്കാലം ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ജെസ്സിയുടെ ദേഹവിയോഗത്തിൽ പ്രിയപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, ദേശനിവാസികൾ എല്ലാവരും വളരെ ദുഃഖത്തിലാണ്.
അകാലത്തിൽ എന്ന് വേണം പറയുവാൻ. ആയുസ്സിന്റെ മധ്യത്തിൽ ഈ ഭൂമിയിൽ നിന്ന് താൻ മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം എന്ന് ദൈവത്തിന്റെ തിരുവചനം ബൈബിൾ പ്രസ്താവിക്കുന്നു. എല്ലാവരും ഒരു ശ്വാസം മാത്രമാണ്. ഈ പ്രിയപ്പെട്ട ജെസ്സി കുഞ്ഞുനാള് മുതൽ ആത്മീയ വചനങ്ങൾ കേട്ട് അത് ഗ്രഹിച്ച് പഠിച്ച് വളർന്നു വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ്. താന് രക്ഷാനിർണയം പ്രാപിച്ചു, ആ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. തന്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് അവസാനിച്ചാൽ ഒരു നിത്യലോകം, നിത്യമായൊരു സ്വർഗം തനിക്ക് ലഭിക്കും എന്നുള്ളതായ ഉറപ്പ് പ്രിയപ്പെട്ട സഹോദരിക്ക് ദൈവം കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ഉറപ്പ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. വിശുദ്ധ യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിക്ക് മാത്രമാണ് നിത്യജീവൻ, നിത്യസ്വർഗം എന്ന് ദൈവവചനം പറയുന്നു. ആ വിശ്വാസം എന്താണ്? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പിന്നെയും പറയുന്നു. റോമർക്കെഴുതിയ വിശുദ്ധ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷ പ്രാപിക്കുക, ഒരു മനുഷ്യ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിഷയമാണ്. രക്ഷയില്ലാതെ എത്രയോ ആളുകൾ ലോകത്തിൽ രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് സന്ദേഹിച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ ദൈവവചനത്തിലും രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന വാക്കുകളുണ്ട്, വചനങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അതിന് പത്രോസ് ശ്ലീഹ അവരോട് ചോദിച്ചവരോട് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: രക്ഷപ്പെടുവാൻ ഒരു മാർഗം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ച് ക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണെന്ന് വിശ്വസിച്ച് മാനസാന്തരപ്പെടുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് തിരിക്കുകയും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ തന്നെ 16-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യജമാനന്മാരെ, രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു മനുഷ്യന്റെ രോദനമാണ്. അതിന് മറുപടിയായി പൗലോസ് ശ്ലീഹ അതിന്റെ മറുപടി ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിൽ വിശ്വസിപ്പീൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷപ്പെടാനുള്ള ഏകമാർഗം യേശുക്രിസ്തു എന്റെ നാഥനാണ്, എന്റെ കർത്താവാണ് എന്ന് ഹൃദയം കൊണ്ട് ഉള്ളുകൊണ്ട് വിശ്വസിച്ച് ജീവിതം സമ്പൂർണമായി കർത്തൃത്വം നടത്തുവാൻ രക്ഷകനായ കർത്താവിങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ രക്ഷപ്പെടുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഈ ജെസ്സി ഒരു നാളിലെത്തിയിരുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലെ തന്റെ തൽക്കാല ആയുസ് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് കർത്താവ് തന്നെ വിളിച്ചുവെങ്കിലും നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ജെസ്സിയെ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷ പ്രിയപ്പെട്ടവർക്ക്, സജിക്കും കുഞ്ഞുങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഉണ്ട്. ഒരു നാളിൽ ഈ മുഖം ശോഭയോടെ ഞങ്ങൾ കാണും. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. ഇത്തരുണത്തിൽ ഞാൻ ഒരു സംഭവകഥ ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരിക്കല് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവള് ദൈന്യമായ ഒരു അവസ്ഥയിൽ, അവളുടെ പിതാവ് ഒരു മദ്യപനാണ്, അവളുടെ ഭവനത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്.
അവളെ ഒരു മെത്തഡിസ്റ്റ് സഭാ ശുശ്രൂഷകൻ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് എം ബ്ലാക്ക് എന്നാണ്. അദ്ദേഹം ഇവളെ കണ്ട് സൺഡേ സ്കൂളിലേക്കും അതുപോലെ യുവജന സൊസൈറ്റിയിലേക്കും അവളെ ക്ഷണിച്ചു. വ്യക്തിപരമായി സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ആ ദൈവദാസൻ, ഇത് ഇന്നേക്ക് 125 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്, ഇവളോട് വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു. 14 വയസ്സുള്ള പെൺകുട്ടി യേശുക്രിസ്തുവിനെ അവളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അവളെ സ്വീകരിച്ചു. അവൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന്റെ സന്തോഷം മൂലം തുടർമാനമായി അവളെ യുവജന സമ്മേളനങ്ങൾക്കും സൺഡേ സ്കൂളിലും പങ്കെടുക്കുവാൻ തുടങ്ങി. ആ സൺഡേ സ്കൂളിന്റെയും യുവജന സൊസൈറ്റിയുടെയും ഒരു പ്രതിഷ്ഠാ കർമ്മം നടക്കുന്ന ഒരു ദിവസം അതില് അംഗങ്ങളായിരുന്ന ആളുകളുടെയൊക്കെ പേരുകൾ ഈ ജെയിംസ് എന്ന ദൈവദാസൻ പേരുകൾ വിളിച്ചു. അപ്പോ ഓരോരുത്തരും പേരുകൾ വിളിക്കുമ്പോൾ അവരെഴുന്നേറ്റ് ഓരോ അനുഭവ സാക്ഷ്യം പ്രസ്താവിച്ച് അല്ലെങ്കിൽ ഒരു ശീൽ പാട്ടുപാടി എഴുന്നേൽക്കുക പതിവ്. എന്നാൽ ഇവളുടെ പേര് വിളിച്ചപ്പോൾ അവൾ പ്രതികരിച്ചില്ല. അത് അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കി. അദ്ദേഹം അവിടെ നിന്ന് ഭവനത്തിലേക്ക് ദുഃഖിതനായിട്ട് കടന്നുപോയി. തന്റെ ഭാര്യയോട് താൻ ഇങ്ങനെ പങ്കുവച്ചു, ഞാന് വിശ്വാസത്തിൽ ഈ രക്ഷയിലേക്ക് നയിച്ചതായ പെൺകുട്ടി പ്രതികരിച്ചില്ലല്ലോ അവളുടെ പേര് വിളിച്ചപ്പോൾ. അദ്ദേഹത്തിന് ഗാനങ്ങൾ എഴുതുവാൻ വളരെ വാസനയുള്ള വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജെയിംസ് എം ബ്ലാക്ക് എന്ന ദൈവദാസൻ ഇങ്ങനെ എഴുതി, നമ്മൾ പാടുന്ന പാട്ടാത്, പേർ വിളിക്കും നേരം കാണും എൻ പേരും. അദ്ദേഹം തന്റെ ഭാര്യയോട് ചോദിച്ചു, നിന്റെ പേർ വിളിക്കുന്ന കാലത്ത് നീ കാണുമോ? ഇന്ന് ഞാനൊരു പേര് വിളിച്ചു, ആ പേര് വിളിച്ചപ്പം പ്രതികരണം ഉണ്ടായില്ല. അനേകരുടെ പേരുകൾ വിളിക്കുന്ന കാല അവരുടെ പേരുകൾ വിളിക്കുമ്പോൾ ആളവിടെ കാണുമോ എന്നുള്ള സന്ദേഹം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, എന്റെ പേരവിടെ കാണും. അദ്ദേഹം പറഞ്ഞു, എന്റെ പേരും കാണും. അനേകരുടെ പേരുകൾ അവിടെ കാണുമ്പോൾ പേരുകൾ ഇല്ലാത്ത വലിയൊരു കൂട്ടമുണ്ടാകും. സ്വർഗത്തിൽ പേരുകൾ വിളിക്കുമ്പോൾ, നിത്യതയിൽ പേരുകൾ വിളിക്കുമ്പോൾ പേരുകൾ ഇല്ല എങ്കിൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയപ്പെട്ടവരെ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവായ യേശുവിന് ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ പാപജീവിതത്തിൽ തുടർന്നാൽ ഒരു നിത്യ നരകമാണ് ശേഷിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് നിത്യ നരകം. അന്ന് ജെയിംസ് എം ബ്ലാക്ക് പാടിയ പാട്ട് അറിയാവുന്നവരൊക്കെ ചേർന്ന് അത് പാടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഈ പേര് വിളിക്കുമ്പോ എന്റെ പേര് കാണും എന്ന് നിശ്ചയമുള്ളവര് അവര് ഉറപ്പിച്ചു പാടുക. അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ കാണാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്റെ പേരും ചേർക്കണം, എന്റെ പാപം എന്നോട് ക്ഷമിക്കണം, എന്റെ കുറവുകൾ എന്നോട് ഓർക്കാതെ എന്നെ കർത്താവിന്റെ സന്നിധിയിൽ കൈക്കൊള്ളണം. കർത്താവിനെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം. ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന തീരുമാനത്തോടെ ഈ പാട്ട് നമുക്ക് പാടാം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണും എന്നുറപ്പുള്ളവരെ ദൈവം നിശ്ചയമായും അങ്ങ് കൊണ്ട് എന്നെത്തിക്കും. ഒരു നിത്യത നിങ്ങൾക്ക് അവകാശമാണ്. അല്ല എങ്കിൽ ഒരു തീപ്പൊയ്ക ശേഷിക്കുന്നു. രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ ജെസ്സിയുടെ ഈ മൃതശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ദേശവാസികളെയും കേൾവിക്കാരെയും നിത്യരക്ഷയിലേക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവം ഇന്ന് പകൽ ഇതുമൂലം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാനം വാഴ്ത്തപ്പെടട്ടെ. തുടർന്ന് നമ്മെ വിട്ട് വാങ്ങിപ്പോയ ജെസ്സി സിസ്റ്ററുടെ മൂത്ത
സഹോദരിയായ മോളിമാമയുടെ ചർച്ചിലെ ദൈവദാസനായ പത്തനാപുരം ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ശുശ്രൂഷകനായ റജി പാസ്റ്റർ തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മയൊക്കെയും വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരി ജെസിയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ ഹൃദയവേദനയോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്ന പ്രിയ സഹോദരൻ സജി, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങൾ ഏവരെയും സർവ്വകൃപാലുവായ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ബഹുമാനരായ കർത്തദാസന്മാർ, ദുഃഖാർത്ഥരായ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. ജെസി സഹോദരിയുടെ മൂത്ത സഹോദരി മോളിമാമ പത്തനാപുരം ചർച്ചിലാണ്. ആ ചർച്ചിലെ ശുശ്രൂഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ഭവനവുമായിട്ട് എനിക്ക് അടുത്ത് ഇടപെടുവാനും വരുവാനും പോകുവാനും ഒക്കെയുമുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിലെല്ലാം സഹോദരി ജെസി പത്തനാപുരത്ത് വരികയും ആ ഭവനത്തിൽ അവിടെ ദിവസങ്ങൾ നിൽക്കുകയും അങ്ങനെയുള്ള ഒരു ആത്മീയ ബന്ധവും പരിചയവും ഈ ഭവനമായിട്ട് അന്നു മുതൽ പുലർത്തുവാനിടയായി തീർന്നു. ചില വർഷങ്ങൾക്ക് മുൻപേ സഹോദരിക്ക് ഇങ്ങനെ ഒരു രോഗം നേരിട്ടു. ഞങ്ങൾ സഭയായിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ചെയ്യുവാനുള്ള എല്ലാ ശുശ്രൂഷകളും ഈ പ്രിയപ്പെട്ടവർ പ്രിയ സഹോദരിക്ക് വേണ്ടി ചെയ്തു. ദൈവം ആയുസ്സിനെ ഇത്രത്തോളം ദീർഘമാക്കി കൊടുത്തു. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ ഈ 48ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഈ വേർപാട് മാനുഷികമായി നമുക്ക് വളരെയധികം ദുഃഖവും വേദനയും ഉളവാക്കുന്നതാണെങ്കിലും മരണത്തിനപ്പുറം ഒരു ദൈവവേദലിന് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തു മുഖാന്തരം നൽകിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് ഈ കുഞ്ഞുങ്ങളെയും ഈ സഹോദരങ്ങളെയും അത് ബലപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ധൈര്യം അതാണ്. ക്രിസ്തീയ പ്രത്യാശ മരണത്തിന് അപ്പുറമുള്ളതാണ്. മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ദൈവദാസന്മാരുടെ സംസാരിച്ചല്ലോ, എൻ്റെ പിന്നാലെ വീണ്ടും ദൈവദാസന്മാര് അനുസ്മരണമായിട്ടൊക്കെ വചനങ്ങൾ ഓർപ്പിക്കുമല്ലോ. 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മർത്തനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നും അരുളി ചെയ്യുന്നു. എത്ര വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ഇന്നലെ പത്തനാപുരത്ത് ശാലിയമ്പലത്ത് ഞങ്ങളുടെ ചർച്ചിനടുത്ത് ഒരു ആക്സിഡന്റ് നടന്നു. അത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞങ്ങൾ ദീർഘ വർഷങ്ങളായിട്ട് അടുത്തിടപെടുന്ന ഒരു പ്രിയപ്പെട്ടവന് ഇളയ മകൻ പാസ്റ്റർക്ക് ഒരു ബൈക്ക് എടുത്തു കൊടുത്തിട്ട് മകന്റെ തൊട്ടു മുമ്പിൽ അടുത്ത ബൈക്കിൽ അവർ രണ്ടുപേരുടെ ബസ് വീട്ടിലേക്ക് പോവുകയാണ്. പുറകിൽ നിന്ന് വന്ന ബസ് മകനെ ഓവർടേക്ക് ചെയ്തു. പിതാവിനെയും ഓവർടേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് എതിരെ വന്ന ട്രാൻസ്പോർട്ട് ബസ്സിന് സൈഡ് കൊടുക്കുമ്പോൾ പിതാവിന്റെ ബൈക്കിന്റെ ഹാൻഡിലിൽ തട്ടി ബൈക്ക് ഇടത്തോട്ട് മറിഞ്ഞു. പിതാവ് റോഡിലേക്ക് മറിഞ്ഞു. തൽക്ഷണം കൊണ്ട് ആ പ്രിയപ്പെട്ടവന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ആർക്കാണ്, എങ്ങനെയാണെന്ന് ആർക്കും അറിയാൻ കഴിയുകയില്ല. എത്ര വയസ്സുവരെയും ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ചിരിക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ആയുസ് അത് 100 വയസ്സ് വരെയോ 80 വയസ്സ് വരെയോ 60 വയസ്സ് വരെയോ എന്നുള്ളതല്ല. ദൈവം തന്ന ആയുസ് എങ്ങനെ അത് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകണം. പ്രിയ മകൾക്കും ആ ഒരു ഭാഗ്യം ദൈവം ഒരുക്കി. കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാനും
ദൈവകൽപ്പന അനുസരിപ്പാനും പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനും ഇടയായിത്തീർന്നു. ദൈവവചനം അതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ആ ദൈവവചനത്തിന്റെ പ്രത്യാശയാണ് നമ്മെ വേദനകളിലും നമ്മെ ധൈര്യത്തോടെ നിലനിർത്തുന്നത്. ദൈവമില്ലാത്ത അനേകരുടെ ജീവിതം നരകതുല്യമാകുമ്പോൾ നിരാശയോടും ദുഃഖത്തോടും കൂടെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അതൊന്നും വരും തലമുറയ്ക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ലോകത്തെ കിടുകിടാ വിറപ്പിച്ചവരും ലോകത്തിൽ ശക്തരായിരുന്ന ചക്രവർത്തിമാരൊക്കെ ദൈവമില്ലാത്തവരായി പോയ ധാരാളം പേരുണ്ട്. അവരൊക്കെ നിരാശയോടുകൂടെയാണ് കടന്നുപോയത്. എന്നാൽ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അത് ഈ ജീവിതത്തിൽ വെച്ച് പ്രത്യാശയോടുകൂടെ കടന്നുപോയ അനേകരുണ്ട്. തിരുവചനത്തിൽ നാം വായിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ, പൗലോസ് ശ്ലീഹ, അത് മരണത്തോടടുക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുക. ഒരു ദൈവപൈതലിന്റെ പ്രത്യാശ അതാണ്. ഇതിനപ്പുറം നമുക്ക് ഒന്നുണ്ട്. വേദപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ജീവിച്ച് അക്കരെ നാട്ടിൽ പോയ അനേക വിശുദ്ധന്മാരെ നമുക്കറിയാം. അതെ, സാധു കൊച്ചുകുഞ്ഞുലേശി എന്ന ഭക്തനായ വ്യക്തിയെ നമുക്കറിയാം. 220-ലധികം പാട്ടുകൾ എഴുതിയ ഭക്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരണത്തോടടുക്കുന്ന സമയത്ത് സാധു കൊച്ചുകുഞ്ഞുലേശി പറഞ്ഞത്, ഇതാണോ മരണം? സാരമില്ല. മരണത്തെ സന്തോഷത്തോടുകൂടി അദ്ദേഹം സ്വീകരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്തത്. രക്ഷാസൈന്യത്തിന്റെ സ്ഥാപകനായ വില്യം ബൂത്തിന്റെ ഭാര്യ മിസസ് കാതറിൻ ബൂത്ത് മരണത്തോടടുക്കുമ്പോൾ ആ ഭക്തയായ സ്ത്രീ പറഞ്ഞത്, ഇതാ ഞാൻ വെള്ള കൂമ്പാരങ്ങൾക്ക് മീതെ ഉയരുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. മരണത്തോടടുക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ മുഖം പ്രത്യാശ കൊണ്ട് നിറയും. ഈ ജീവിതത്തിനപ്പുറമുള്ള ഒരു വലിയ ജീവിതത്തിലേക്ക് ഒരു ദൈവവേദൽ കടക്കുകയാണ്. അതുകൊണ്ടാണ് അത് അനേക വർഷങ്ങൾക്ക് മുൻപ് മോശ പാടിയത്, മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വരും. മണ്ണിലേക്ക് പ്രവേശിച്ച ഭക്തന്മാർ കാഹളധ്വനി കേൾക്കുമ്പോൾ പ്രത്യാശയോടുകൂടെ അവർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ആ പ്രത്യാശ ഓരോ ഹൃദയങ്ങളെയും ഭരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ ശുശ്രൂഷയുടെ അവസാന സമയം വരെയും എനിക്ക് നിൽക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ടും ചെന്നു ചേരേണ്ട ഒരു വിഷയമുള്ളത് കൊണ്ട് ഇവിടെ ഒന്ന് കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഞങ്ങൾ കുടുംബമായിട്ടും എന്നോടൊപ്പം ചർച്ചിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. പത്തനാപുരം ചർച്ചിൽ നിന്ന് മറ്റു പ്രിയപ്പെട്ടവരൊക്കെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അതേ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, കർത്താവിന്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിനെയും സമാധാനിപ്പിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ജസ്റ്റ് സിസ്റ്ററുടെ മൃതശരീരം ഈ ഇലോമോട്ടിൽ ഭവനത്തിൽ നിന്ന് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി തൻ്റെ സഹോദരന്റെ ഭവനമായ ചെത്തിക്കാട്ട് പുത്തൻപുരയിൽ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാണാനുള്ള പ്രിയപ്പെട്ടവർക്ക് കാണാനുള്ള അവസരമാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് മൃതശരീരം നെടുങ്ങാടപ്പള്ളിയിലുള്ള ചെത്തിക്കാട്ട് പുത്തൻപുരയിൽ ഭവനത്തിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ റജിപാസ് പ്രാർത്ഥിക്കും. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുൻപേ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരിക്കാൻ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ സഹോദരി ജെസ്സി 48 വയസ്സുവരെയും ഈ ഭൂമിയിൽ ജീവിച്ചു, കുടുംബജീവനം ചെയ്തു, വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ജീവിച്ചു. കർത്താവെ, എന്നാൽ അവിടുത്തെ സമയമായപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ നിന്റെ മകളെ അവിടുന്ന് വിളിച്ചു ചേർത്തല്ലോ. അല്പനാൾ ശാരീരികമായ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ ആ വേദനയുടെയും ഭാരങ്ങളുടെയും നടുവിൽ കർത്താവ് നൽകിയ പ്രത്യാശയോടെ
ജീവിപ്പാൻ ദൈവം കൃപ കൊടുത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൾക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും പ്രിയ സഹോദരങ്ങൾ, പ്രിയ കുടുംബം, പ്രിയ സജി, പ്രിയ കുഞ്ഞുങ്ങളൊക്കെ നൽകുവാൻ, സ്നേഹിക്കുവാൻ ഒക്കെ ദൈവം സാവകാശം കൊടുത്തല്ലോ കർത്താവേ. ഈ വേർപാട് മാനുഷികമായി കർത്താവെ വേദനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളുണ്ട്. ആമേൻ. ഓരോ ഹൃദയങ്ങളെയും അങ്ങ് ആശ്വസിപ്പിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിൽ ഏവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഭവനത്തിൽ ഭൗതിക ശരീരം ഈ അല്പസമയങ്ങളിലൂടെ അയൽപ്പാനിടയായി തീർന്നു. തുടർന്ന് സഹോദര ഭവനത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയി അവിടെ വെച്ചുള്ള തുടർന്നുള്ള ശുശ്രൂഷകൾ ക്രമീകരിച്ച് ഇന്ന് പകൽക്കാലം കർത്താവെ ആമേൻ ഈ ഭൗതിക ശരീരം മണ്ണിനായിട്ട് ഏൽപ്പിക്കുന്നതായ ശുശ്രൂഷകളാണല്ലോ. എല്ലാറ്റുമേലും കർത്താവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേരാനുള്ള പ്രിയപ്പെട്ടവരുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള പ്രിയപ്പെട്ടവരുണ്ട്, ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാരുണ്ട്. എല്ലാവരെയും പരിശുദ്ധാത്മാവെ അങ്ങ് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. ഏവരെയും ശക്തീകരിച്ചാട്ട് കർത്താവെ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം എല്ലാ ഹൃദയങ്ങളെയും നിറച്ച് അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. സമസ്ത വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. സകല മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ